ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മീനും ഇറച്ചിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു പീസ് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് ഈ ഒരു അച്ചാർ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, കാരണം ഓരോരുത്തരും ഓരോ ക്വാണ്ടിറ്റിയിലായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. ഇത് ഏകദേശം 4 കിലോ ചെമ്മീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കുമ്പോഴത്തേക്കും ഒരു 3 കിലോന്റെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ മിനിമം മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ ഒരു മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുള്ളൂ. ഓവർനൈറ്റ് നമ്മൾ മസാല ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. രാവിലെ മസാല ഇട്ടിട്ട് വൈകുന്നേരത്തോ അല്ലെങ്കിൽ വൈകുന്നേരം മസാല പുരട്ടിയിട്ട് നമ്മൾ രാവിലെ അച്ചാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെയാണ് വെച്ചിട്ടുള്ളൂ, ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ മസാലയൊക്കെ പുരട്ടിയ ശേഷം എല്ലാം ഒന്ന് ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് കളറായിട്ട് കാണുന്നത് കേട്ടോ. അത് കരിഞ്ഞതല്ല. അപ്പോൾ ഈ രാത്രിത്തെ ഒരു ഫ്ലാഷിന്റെ ലൈറ്റിൽ ഇങ്ങനെ തോന്നുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെമ്മീനെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും കടുകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അത് അതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് പേഴ്സണലി അച്ചാറിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ അച്ചാർ പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് കാശ്മീരി ചില്ലി പൗഡറും നോർമൽ എരിവുള്ള മുളക് പൊടിയും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാറിന് ഒരുപാട് എരിവ് ഉണ്ടാവില്ല, പക്ഷെ അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും. അച്ചാറിന് ലുക്ക് തന്നെയാണല്ലോ പ്രധാനം. അപ്പൊ ഇന്ത്യയിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലായിട്ടാണ് കേട്ടോ ഞാൻ നോർമൽ മുളക് പൊടി എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ കാശ്മീരി ചില്ലി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇടായിരിക്കും കേട്ടോ ഒന്നുകൂടി നല്ലത്. അപ്പോൾ തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം നമ്മൾ ഈ ഒരു മസാലയൊക്കെ ഈ ഒരു നല്ലെണ്ണയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ബാക്കി പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത് ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാണ്. ഇനി ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഏകദേശം നമ്മൾ ഈ ഒരു ഇതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വിനീഗർ ചേർത്ത് കൊടുക്കുക. എന്നാലാണ് നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ കുറച്ചിങ്ങനെ ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ സാധാ നാരങ്ങ അതുപോലെ തന്നെ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന പോലെയല്ല, നോൺ വെജ് അച്ചാറിൽ കുറച്ച് എരിവും പുളിവും ഒക്കെ കുറച്ച് കൂടുതൽ എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല കുറച്ച് ഗ്രേവി കൂടി ഉണ്ടെങ്കിലായിരിക്കും നമ്മൾ അച്ചാർ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ആദ്യം തന്നെ ചെമ്മീനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ പാം ഓയിലോ ഒക്കെ ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. ആ ഒരു ഓയിലിൽ അച്ചാർ ഉണ്ടാക്കാതിരുന്നാൽ മതി. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസം വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മളിത് കഴിച്ച് തീർക്കണം. കാരണം നമ്മൾ ഫ്രൈ ചെയ്തത് വേറെ ഓയിലാണ്, അതുകൊണ്ട് തന്നെ 1 മാസത്തിൽ കൂടുതൽ ഇത് പുറത്തിരിക്കൂല കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ഒരു അച്ചാർ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പൊ ഈ ഒരു അച്ചാറിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.